ഇറാന്റെ സൈനിക നേതൃത്വത്തിലും വൻ അഴിച്ചുപണി നടക്കുന്നു. 6 സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് പുതിയ നിയമനം. മുജ്തബ ഖൊമേനിയുടെ നിർണായക നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും ഹോർമുസ് പ്രതിസന്ധിയും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വത്തിൽ ഈ നിർണായക പുനർസംഘടന ഉണ്ടായിരിക്കുന്നത്. മുജ്തബ ഖൊമേനിയുടെ അഭാവത്തിൽ മറ്റു ഉദ്യോഗസ്ഥരാകാം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സൈനിക നേതൃത്വത്തിലെ പ്രധാന സ്ഥാനങ്ങളിൽ പുതിയ ആളുകളെ നിയമിച്ചതിലൂടെ തന്നെ അവിടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് കൂടുതൽ ഏകോപിതമായ നേതൃത്വം ഉറപ്പാക്കുകയാണ് ഖൊമേനിയുടെ ലക്ഷ്യമെന്നതാണ് വിലയിരുത്തൽ. ഇത് സാധാരണ അവിടെ ഭരണപരമായ മാറ്റമായി തന്നെ മാത്രം കാണാനാകില്ല എന്നതാണ് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നവരുടെ വിലയിരുത്തൽ. കാരണം ഇറാൻ നിലവിൽ നേരിടുന്നത് ഒരേ സമയം നിരവധി സമ്മർദ്ദങ്ങളാണ്. അമേരിക്കയുമായുള്ള സംഘർഷം, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ എന്നിവയ്ക്കിടയിലാണ് സൈനിക നേതൃത്വത്തിന്റെ പുനർസംഘടന ഉണ്ടായിരിക്കുന്നത്. 6 സുപ്രധാന സ്ഥാനങ്ങളിലേക്കുള്ള നിയമനം എന്നത് ഇറാൻ നേതൃത്വം സുരക്ഷാ സംവിധാനത്തിൽ കൂടുതൽ നിയന്ത്രണവും ഏകോപനവും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചന കൂടിയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ മാറ്റങ്ങൾ ഇറാന്റെ ഭാവി തന്ത്രങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നതാണ് ഇവിടെ എല്ലാവരും പ്രധാന ചോദ്യമായി ഉന്നയിക്കുന്നത്. ഹോർമുസ് സംബന്ധിച്ച ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സൈനിക നേതൃത്വത്തിലെ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര ചർച്ചകൾക്കൊപ്പം തന്നെ സുരക്ഷാ സംവിധാനത്തിലും ഇറാൻ തയ്യാറെടുപ്പുകൾ ശക്തമാക്കുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇറാൻ നേതൃത്വത്തിൽ അടുത്തിടെ തന്നെ ഉണ്ടായ മറ്റ് മാറ്റങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നത്തെ നിയമനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന അഴിച്ചുപണികൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ സൈനിക നേതൃത്വത്തിൽ അഴിച്ചുപണി, അതായത് ഇത്തരത്തിൽ അഴിച്ചുപണി നടക്കുന്നു. എന്നാൽ മറുവശത്ത് ഇറാൻ അമേരിക്കയുമായുള്ള സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം തേടുന്നുണ്ടോ? അതേസമയം സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. 6 സുപ്രധാന സ്ഥാനങ്ങളിലേക്കുള്ള ഖൊമേനിയുടെ പുതിയ നിയമനങ്ങൾ ഇറാന്റെ അടുത്ത നീക്കങ്ങളുടെ ദിശ വ്യക്തമാക്കുന്ന നിർണായക സൂചനയായി മാറുകയാണ്. മാത്രമല്ല, ഹോർമുസ് പ്രതിസന്ധിയിലും അമേരിക്ക ഇറാൻ ബന്ധത്തിലും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഈ സൈനിക നേതൃത്വ പുനർസംഘടനയും അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറും. മാത്രമല്ല, ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം, അതായത് ഹോർമുസിന്റെ കൺട്രോൾ തങ്ങളുടെ കൈകളിലാണെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇറാനോട് ശക്തമായ ഒരു നഷ്ടപരിഹാരം നൽകണം, അതായത് കഴിഞ്ഞ പശ്ചിമേഷ്യൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് തങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഹോർമുസ് പ്രതിസന്ധിയിൽ അമേരിക്ക ഇറാൻ പോര് വീണ്ടും കടുക്കുകയാണ്. ഇറാനോട് പതിറ്റാണ്ടുകളായി തന്നെ ഉണ്ടായതായി തന്നെ വ്യക്തമാക്കുന്ന നാശനഷ്ടങ്ങൾക്കാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന തിരിച്ചടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ നടപടികളിൽ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തവർക്കാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം വേണമെന്ന ട്രംപിന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഹോർമുസിനെ കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദവും ഇവിടെ കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.